ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ദാ വെള്ളം കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അരി അടച്ചിട്ടു. അപ്പോൾ അതെല്ലാം സെറ്റായി. അരിയൊക്കെ രാവിലെ അടച്ചിട്ടു. പിന്നെ ഇത് കറിക്കുള്ളതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് തോരനുള്ളത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്താണെങ്കിൽ തക്കാളി, മുരിങ്ങയ്ക്കായി എല്ലാം കൂടെ കറി വെക്കാനായിട്ട് അതിനും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. തോരനുള്ളത്, തക്കാളിക്കറിക്കുള്ളത് നമുക്ക് വെക്കാം. അപ്പോൾ അതാ തക്കാളിക്കറിക്കുള്ളത് ഞാൻ വെച്ചു. ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം വെച്ചിട്ട് അതിൽ തക്കാളിയും മുരിങ്ങയ്ക്കായും പച്ചമുളകും സവാളയും എല്ലാം കൂടെ വെച്ചൊന്ന് വേവിക്കും. അതിനുശേഷം പിന്നെ അരപ്പരച്ച് നമ്മൾ ഒഴിച്ച് കടുക് വറുത്ത് ചേർക്കും. അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പം ഞാനും അതുപോലെ തന്നെ ചെയ്യുന്നത്. അപ്പം അതൊന്ന് വേവട്ടെ. അപ്പോൾ തോരനും വെച്ചു. ഇത് നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകില്ലേ അതിട്ട് അതിനുശേഷം നമ്മൾ എല്ലാം ചേർത്ത് വെച്ചിരുന്നു. ഞാൻ ഇതിനകത്ത് ബീട്രൂട്ടിനകത്ത് ഉള്ളിയും തേങ്ങായും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിരുന്നു. അത് ഇതിനകത്തോട്ടിട്ട് നമ്മളൊന്ന് തോരനാക്കി എടുക്കും. ഇടയ്ക്ക് കറണ്ട് പോയി വന്ന് നിൽക്കും കേട്ടോ. അതാ ഇരുട്ടും ഇടയ്ക്ക് ഒരു ഇത് വരുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് ആവണം. അപ്പോൾ അതും അവിടെ ഇരുന്ന് വേവട്ടെ. നല്ല പോലെ ഉടഞ്ഞ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ അരപ്പെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. അതിന് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അമ്മമാർക്ക് ഈ ഈവനിങ് ചായയുടെ കൂടെ ഒരു ദോശ എന്നൊക്കെ വേണേൽ പറയാം. അപ്പോൾ ഒരു ഇതുണ്ടാക്കി കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ അല്ലാണ്ട് കലക്കുമ്പോൾ കട്ടയായിട്ട് കിടക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം എങ്കിലും ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. 1-2 കട്ട പോലൊക്കെ കിടപ്പുണ്ട്. പോട്ടെ. അപ്പം അതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണെങ്കിൽ തേങ്ങായും 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ, തേങ്ങാക്കൊത്ത്. അതുപോലെ 1 കപ്പ് ഉള്ളി, പിന്നെ ശർക്കര പാനി, ഏലക്ക. അപ്പം ഇതെല്ലാം ഒന്ന് നെയ്യിൽ അധികം എടുക്കുന്നില്ല, ഒരു സ്പൂണ് എടുത്ത് അതിലൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. വഴറ്റി വേണം മാവിനകത്ത് ഇടാൻ. എന്നിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ അപ്പച്ചട്ടിയിലാണ് കേട്ടോ ഇതുണ്ടാക്കിയെടുക്കുന്നത്. ഞാനപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടൊന്ന് വഴറ്റി ഒന്ന് എടുക്കുന്നുണ്ട്. നല്ല ബ്രൗൺ കളറ് ആവണം ആക്കി ആ രീതിയിൽ എടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ വീഡിയോയ്ക്ക് തകരാറുണ്ട്. എൻ്റെ ഫോണിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്താണെന്നറിയില്ല. വീഡിയോ ഞാൻ എടുക്കുന്ന പോലല്ല എഡിറ്റ് ചെയ്യാൻ നേരത്ത്. കണ്ടോ? അതൊക്കെ പോട്ടെ. അപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തേങ്ങാക്കൊത്തെല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഉള്ളിയും കൂടെ ഒന്ന് ഇതുപോലെ വഴറ്റിയെടുത്ത് വേണം മാവിൽ ചേർത്ത് കൊടുക്കാൻ. അപ്പം ഞാൻ ഉള്ളിയൊക്കെ ഉള്ളിയും വഴണ്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതും നമുക്ക് മാവിലോട്ടിട്ട് കൊടുക്കാം. പിന്നെ ഏലക്കാപ്പൊടി ഇടുന്നുണ്ട്, ഉപ്പിടുന്നുണ്ട്, ബേക്കിംഗ് സോഡ, പിന്നെ ശർക്കരപ്പാനി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താലേ നമുക്ക് നമ്മുടെ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാട്ടോ. തേങ്ങാക്കൊത്തിൻ്റെയും മൊരിഞ്ഞ് വന്ന ഉള്ളിയുടെയും ഒക്കെ കൂടി നല്ല ടേസ്റ്റ്. ഞാൻ ശർക്കരപ്പാനി ഞാൻ ഒഴിച്ച് അതെല്ലാം കൂടെ കേട്ടോ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരിത്തിരി നേരം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെച്ചതിന് ശേഷം വേണം അപ്പച്ചട്ടിയിൽ ഒരു എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് ഒഴിച്ച് ചുട്ടെടുക്കണം. അടച്ച് വെച്ച് ചുട്ടെടുക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ആയിട്ടും ഒക്കെ കഴിക്കാം. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം അമ്മമാർക്ക് കൊടുക്കുന്നത് എല്ലാം ചുട്ട് സെറ്റാക്കി വെച്ച് നല്ല ടേസ്റ്റായിട്ട്. ചെറിയ നമ്മളിങ്ങനെ കറക്കി ഒന്നും എടുക്കുന്നില്ല. ഈ വട്ടത്തിലെ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. ചൂടാട്ടോ.
ഞങ്ങള് വേറെ സാധനം ഉണ്ടാക്കാൻ പോയതാ, മാവ് ശരിയായില്ല. ഇതോ ചക്കര ദോശ. സത്യത്തിൽ ഇപ്പൊ ആറോ ചട്ടിയൊക്കെ ഉണ്ടാക്കി തരാനില്ല, പാരപ്പ ചട്ടി ഇല്ല. പന്നിൽ അതെടുത്തല്ല അവിടെ പോയി നമ്മൾ നിത്യം ഉപയോഗിച്ചോണ്ടിരുന്നാലേ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ പലപ്പോഴും അങ്ങനെ നമുക്ക് കഴിയും. നമ്മൾ ഉദ്ദേശിച്ചല്ലേ എന്തുവാ ഒരു പെടുപ്പ് എടുക്കാൻ കയറുന്നല്ല, ഒരു ഉറക്കം കഴിഞ്ഞു. എനിക്കല്ല തൂറാനും ഞാൻ കയറത്തില്ല, ഒന്നിനും കയറത്തില്ല. അതിനകത്ത് എല്ലാരും നേരം വെളുത്താലും എല്ലാവർക്കും എന്തുവാ വത്സലാമ? എനിക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്. ഞാൻ